ഞാൻ ഹസ്കറിലേക്ക് പോകുന്നു. ശ്രീ ബി എൻ ഹസ്കർ, ഇപ്പോൾ ഈ ADGPയുടെ റിപ്പോർട്ട് CPI അംഗീകരിക്കുന്നില്ല, BJP അംഗീകരിക്കുന്നില്ല, കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ആരോപണ വിധേയൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലെ ഔചിത്യം എന്താണ് മുഖ്യമന്ത്രി അനൗചിത്യം എന്താണ് മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത്? അദ്ദേഹം തന്നെ റിപ്പോർട്ട് തരട്ടെ എന്ന് എന്തുകൊണ്ട് തീരുമാനിക്കുന്നു? സ്മൃതി, ഇതില് ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത്, ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഇത്തരം വിവാദങ്ങൾക്കൊക്കെ വളരെ മുമ്പാണ്. അന്വേഷണം ADGP ലോ ആൻഡ് ഓർഡറിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ കാതൽ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണകൾ പൊതുമധ്യത്തിൽ ഇല്ല എന്നുള്ള വസ്തുത കൂടി മുന്നിലുണ്ട്. എന്നാലും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകിന്റെ പരിചയക്കുറവ് മൂലം സംഭവിച്ചിട്ടുള്ള പിഴവുകളാണ് തൃശൂർ പൂരം പോലുള്ളൊരു വലിയ മഹോത്സവത്തിന് കളങ്കമേൽക്കുന്ന തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്നു. തൃശൂർ പൂരം നിശ്ചയമായും അങ്ങനെയല്ല. ഇതില് ഒരു കൊല്ലം മുമ്പ് RSS നേതാക്കന്മാരെ ADGP അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി കണ്ടു. ഒരുപക്ഷെ ഇടതുപക്ഷ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു വ്യത്യസ്തമായ നിലപാടാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിലും ആ ഗവൺമെന്റിലെ മേലുദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കന്മാരെ കാണാൻ പാടില്ല എന്ന രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം നിൽക്കേണ്ടത്. അതൊരുപക്ഷെ CPIയും അത്തരമൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് വരും ദിവസങ്ങളിൽ പാർട്ടി ഔദ്യോഗികമായി എത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് ഇക്കണം രാഷ്ട്രീയ നിലപാട്. പക്ഷെ അതിനപ്പുറം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് എങ്കിൽ RSS നേതാക്കന്മാരെ കാണുന്നതിന്റെ വസ്തുതകളെ സംബന്ധിച്ച് പരിശോധിക്കുകയും അത് പരിശോധിക്കുന്നതിന് DGPയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. അത് നിയമപരമായി തെറ്റാണോ സാങ്കേതികമായി തെറ്റാണോ എന്നാണ് DGP പരിശോധിക്കുക. രാഷ്ട്രീയമായ പരിശോധന എങ്ങനെയാണ് DGP നടത്തുക? അഡ്വക്കേറ്റ് BN ഹസ്കർ, അതൊന്നാമത്തെ കാര്യം. മാത്രമല്ല, താങ്കൾ ഈ പറയുന്ന താങ്കളുടെ ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ടല്ലോ, RSS നേതാക്കളെ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ഇടത് നയം നടപ്പാക്കേണ്ട പോലീസ് കണ്ടുകൂടാ എന്നുള്ള താങ്കളുടെ ബോധ്യമുണ്ടല്ലോ. അങ്ങനെ ഒരു ബോധ്യം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി താങ്കൾ ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഈ ADGP ആരോപണ വിധേയനായിരുന്നില്ല, ശരിയാണ്. പക്ഷേ ഒരു മാസത്തിനകം ഈ മൊഴിയെടുക്കലുള്ള കാര്യങ്ങളൊക്കെ ഒരു മാസം നടന്നു, അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. 5 മാസമായി, ഒരാഴ്ചക്കകം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്ന റിപ്പോർട്ടാണ്, മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞ റിപ്പോർട്ടാണ്. പക്ഷെ പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല, അന്വേഷണവും ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിലാണ്, വിവാദങ്ങൾ ഉണ്ടായി ADGP ആരോപണ വിധേയനായ ശേഷം ഈ ADGP മുഖ്യമന്ത്രിയെ ചെന്ന് കാണുകയാണ്, എനിക്ക് അല്പം കൂടി സമയം വേണം ഈ റിപ്പോർട്ട് നൽകാനെന്ന്. ആ ഘട്ടത്തിൽ തീരുമാനിക്കാമല്ലോ, നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കണ്ട, നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാമല്ലോ. അങ്ങനെയല്ല. അപ്പോൾ ആ ആരോപണ വിധേയൻ തന്നെ അന്വേഷിക്കട്ടെ, റിപ്പോർട്ട് തയ്യാറാക്കട്ടെ എന്ന് തീരുമാനിക്കുന്നിടത്താണ് മുഖ്യമന്ത്രി ADGPക്കൊപ്പമാണ്. പൂർണ്ണ മനസ്സോടെ ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രി ആദ്യമേ തള്ളി, അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തള്ളി എന്നുള്ളതാണ്. സ്മൃതി, അങ്ങനെ ഇതിനെ നമുക്ക് വായിക്കാൻ കഴിയില്ല. കാര്യം അത് എഴുതാപ്പുറം വായനയുടെ ഭാഗമായി തന്നെ കാണേണ്ടി വരും. കാരണം ഇവിടെ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുള്ളത്, കഴിഞ്ഞ പൂരത്തിന്റെ തൊട്ടും ഒരു കൊല്ലം മുമ്പാണ് RSS നേതാക്കന്മാരെ ദത്താത്രേയ ഹൊസബലിനെയും റാം മാധവനെയും ADGP അരുൺകുമാർ കാണുന്നതും അദ്ദേഹം സ്വകാര്യ സന്ദർശനം നടത്തുന്നതും. അത് സംബന്ധിച്ച് രാഷ്ട്രീയ ധാരണ വ്യത്യസ്തമാണ്. ആ രാഷ്ട്രീയ ധാരണയ്ക്കപ്പുറം ഒരു സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും സംഘടനയുടെ നേതാക്കന്മാരെ കാണുക എന്ന് പറയുന്നത് നമുക്ക് പരിശോധിക്കാനാവുക, നമ്മുടെ നിയമപരമായി നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും അതല്ലെങ്കിൽ സർക്കുലറുകളും വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ RSS നേതാക്കന്മാരെ കാണാൻ പാടുണ്ടോ എന്നുള്ള വസ്തുതയാണ്. നമുക്കറിയാം, കേന്ദ്ര മന്ത്രാലയത്തിന്റെ പേഴ്സണൽ മന്ത്രാലയം ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഉത്തരവും പ്രകാരം RSSൽ പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർബാധം തുടരാം. പക്ഷെ യൂണിഫോം ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പോലീസ് സേനയിലെ ആളുകൾക്ക് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വരുന്നതിന് മുമ്പാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. ദയവായി ഒന്ന് ക്ഷമിക്കണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.